സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ നാം പലപ്പോഴും പുറമെ അതീവ സന്തോഷരായി കാണാറുണ്ട്. സന്തോഷത്തെ കൊണ്ടു നടക്കുന്നുവെന്ന് പലരെയും ബോധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു പോകുന്നുണ്ട്. എങ്കിലും ഇതിൽ പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കടന്നു പോകുന്ന, അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വളരെയേറെയാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു വഴിയാത്രയിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം ഉണ്ട്. നല്ല ജോലി, ആവശ്യത്തിലേറെ സമ്പത്ത്, നല്ലൊരു കുടുംബം, എല്ലാം തികഞ്ഞ മക്കൾ. അങ്ങനെ ചിന്തിക്കുമ്പോഴും ഞാൻ എവിടെയൊക്കെയോ ശൂന്യത അനുഭവിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അവളോട് ചോദിച്ചു, പ്രാർത്ഥനാ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന്. അപ്പോഴാണ് അവൾ എന്നോട് സംസാരിച്ചത്, ഈശോയുമായി ബന്ധം നഷ്ടപ്പെട്ടത് എവിടെ നിന്നോ അവിടെ വെച്ച് എൻ്റെ മാനസിക സംഘർഷങ്ങൾ ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു ശൂന്യത അനുഭവിക്കാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഘർഷമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാത്തവർ വളരെ ചുരുക്കമാണ്. എല്ലാം തികഞ്ഞവരായി സമൂഹത്തിന് നമ്മളെ പലരെയും തോന്നാമെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ വളരെയേറെയാണ്. പിന്നീടൊരിക്കൽ അതേ സുഹൃത്തിനെ എൻ്റെ വഴിയാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ജീവിതം? അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ സംഘർഷങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ മാറ്റമില്ല, പക്ഷേ അവയെ തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ഈശോയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു കുടുംബജീവിതത്തിൽ സ്വസ്ഥമായി, സമാധാനമായി, ചിലപ്പോൾ ചില അസ്വസ്ഥത നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് മക്കളോട് സംഘർഷങ്ങൾ പല വിധത്തിൽ സംഭവിക്കാം. ഒരു പക്ഷേ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നതാകാം. സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും പരസ്പരം കേൾക്കാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ സംഘർഷം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒന്നടുത്തിരുത്തി സംഘർഷം എന്താണെന്ന് മനസ്സിലാക്കി ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ എന്നിൽ നിന്നുതിരുന്ന ഒരു ചിരിയാകാം, ഒരു വാക്കാകാം, ആ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. നമ്മളും നമ്മുടെ യാത്രയിൽ തളർന്നു പോകുമ്പോൾ പലപ്പോഴും വഴിയോരങ്ങളിൽ ഇരിക്കാറില്ലേ? നമ്മുടെ കുടുംബങ്ങളും ഓരോ വഴിയോരങ്ങളായി മാറണം. പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കരുതേണ്ടവരെയും താങ്ങേണ്ടവരെയും സംഘർഷം അനുഭവിക്കുന്നവരെയും കൂട്ടിച്ചേർക്കാനും പറ്റുന്ന ഒരു വലിയ സ്വർഗമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. മനസ്സ് വേദനിക്കുമ്പോൾ അതിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്ന മരുന്നായി നമ്മുടെ ജീവിതം മാറണം. അവിടെയാണ് നല്ല കുടുംബങ്ങൾ ഉരുത്തിരിയുന്നത്. അങ്ങനെ നല്ല കുടുംബങ്ങളായി സംഘർഷങ്ങളെ തരണം ചെയ്യാൻ ദൈവിക ശക്തി സ്വീകരിക്കുന്ന മക്കളായി നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിരാവിലെ മുതൽ ഉറക്കം വരെയും ഞങ്ങളെ കരുതുന്ന നിന്റെ കാവലിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന വചനം ഉറക്കിച്ചൊല്ലുവാൻ, ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ, അനേകർക്ക് നീയുണ്ടെന്ന ധൈര്യം പകരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. സ്വർഗം നിറയുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. ആമേൻ.